ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിന്റെ അമ്മ ഇനി നിർമ്മലയാണെന്നുള്ള സത്യം ഗൗതം അറിയാനേട്ടോ. അങ്ങനെ നിർമ്മലക്ക് സുഖമില്ലാതാവാണ്. തൻ്റെ മകനെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് നിർമ്മലക്ക് സുഖമില്ലാതാവാണ്. അങ്ങനെ നിർമ്മലയും കൊണ്ട് ഗൗതമും നിധിയും ഹോസ്പിറ്റലിലെത്താണ്. ഈ സമയം നിർമ്മലയുടെ കണ്ടീഷൻ വളരെ പ്രശ്നമാണെന്ന് ഇങ്ങനെ ഡോക്ടർ വന്ന് പറയാണ്. ഇതേ സമയം നിധിയാണെങ്കിൽ വളരെ ടെൻഷനാണ്. ഈശ്വര, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. സ്വന്തം അമ്മയും മകനും അടുത്തുണ്ടായിട്ടും അവരെ അടുപ്പിക്കാൻ കഴിയാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വലിയൊരു തെറ്റാണെന്നുള്ളത് നിധിയുടെ മുന്നിൽ തോന്നി തുടങ്ങാനായിട്ട്. അങ്ങനെ നിർമ്മല മനസ്സിന് വേദനിപ്പിക്കുന്നത് ഇതാണ്. അവരുടെ മനസ്സിന് എന്തോ അലട്ടുന്നുണ്ട്, അതാണ് അവരുടെ പ്രശ്നം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ഗൗതം പറയുന്നുണ്ട് അവരുടെ മകനെ കാണാത്തതിന്റെ പ്രശ്നമാണ് അവർക്ക് എന്ന് ഗൗതം പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ വാക്കുകൾക്ക് അത്ര മൂല്യം അങ്ങ് പിന്നീട് നിർമ്മല കൊടുക്കുന്നില്ല. നിർമ്മല കൊടുക്കായല്ല, കാരണം പാറു ഒരിക്കലും തകരരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ നിർമ്മല ഇങ്ങനെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതേ സമയം നിധി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നിർമ്മല, നമുക്ക് ഭേദമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരിപ്പോഴും അബോധാവസ്ഥയിലാണെന്ന് പറയട്ടോ. അപ്പോഴാണ് പുറത്തോട്ട് വേറൊരു സിസ്റ്റർ വന്നിട്ട് പറയുന്നത് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട് എന്ന് പറയണേട്ടോ. അങ്ങനെ ഗൗതം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഗൗതം പോവാണ്. എന്നാൽ ഈ സമയം നിധി ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയാണ് അതെ നിർമ്മല ബോധം തെളിഞ്ഞിട്ടുണ്ട്, അവർക്ക് നിധി എന്ന ആളെ കാണണം. അത് കേൾക്കുന്ന നിധി പറയണേ ഞാനാണ് നിധി എന്ന് പറഞ്ഞിട്ട് നിധി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നിർമ്മലയുടെ അരികത്തോട്ട് ചെല്ലാണ്. ഈ സമയം ഗൗതം മരുന്ന് വാങ്ങിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിർമ്മലയുടെ മുന്നിൽ നിധി പറയാണ് എന്റെ നിർമ്മലാമേ, നിങ്ങളുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നെന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ഇനി എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഞാനൊരു അമ്മയാവാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ചില കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു അമ്മയും മകനും എത്രത്തോളം ഉണ്ട്, ഒരു ഗർഭപാത്രത്തിന്റെ ആ ഒരു വേദന അറിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഗൗതമിന്റെ സ്വന്തം അമ്മയെ കണ്ടെങ്കിൽ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഇനി മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എൻ്റെ ഗൗതമിനോട് പറയട്ടെ, നിർമ്മലയമ്മയാണ് ഗൗതമിന്റെ അമ്മ എന്നുള്ള സത്യം പറയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കേട്ടിട്ടാണ് ഗൗതം ഇങ്ങനെ വാതിൽ പടിക്ക് ഇങ്ങനെ ചവിട്ടാൻ നിൽക്കുമ്പോൾ ഈ ഒരു വാക്ക് നിധി പറയുന്നത് കേൾക്കാണ്. അപ്പോൾ ഗൗതം അവിടെ ചാരി നിന്നിട്ട് അവർ പറയുന്നതെല്ലാം പിന്നീട് കേൾക്കാനായിട്ട്. അപ്പോൾ നിർമ്മല പറയുന്നുണ്ട് ഒരിക്കലും നീ അത് ചെയ്യരുത്, നീ അത് ചെയ്താൽ ആ കുടുംബത്തിൽ ഇനിയും വീണ്ടും പ്രശ്നമുണ്ടാകും. ഒരു പക്ഷേ ഗൗതം അത് ഏറ്റെടുക്കുക എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഗൗതം പാറുവിന്റെ മകനല്ലെന്ന് അറിഞ്ഞപ്പോൾ ഗൗതം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മകൻ തകരുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ മകൻ ഒരു പക്ഷേ വേലക്കാരിയാണ് അമ്മ എന്നുള്ള സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവനത് താങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ നീ ഇത് അറിയിക്കരുത് എന്ന് പറയട്ടോ. ഇതേ സമയം ഗൗതം ആകെ തകർന്നു പോവാനിട്ട്. ഈശ്വര, തൻ്റെ അമ്മ തൻ്റെ കൺമുന്നിൽ അന്ന് ആദ്യമായി കണ്ടപ്പോൾ തൻ്റെ മകനെ കാണാൻ വേണ്ടിയാണ് താൻ ഈ നാട്ടിലെത്തിയതൊന്നും തൻ്റെ മകനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഗൗതമിന്റെ നെഞ്ചിൽ ചാരിയതും ഗൗതമിനോട് അടുത്ത് പെരുമാറിയതും നീ എൻ്റെ മകനായി എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കാനായിട്ട്. അങ്ങനെ നിധിയോട് നിർമ്മല ഇങ്ങനെ പറയുന്നുണ്ട് നീ അത് ചെയ്യരുത്, ഒരിക്കലും നീ പറയരുത്. അപ്പം നിധി പറയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ വലിയൊരു ടെൻഷൻ തന്നെയുണ്ട്. ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റായ ഒരു രീതിയിലുള്ള പ്രവൃത്തിയാണ്. കാരണം ഒരിക്കലും ഒരമ്മയും മകനെ ഇങ്ങനെ പിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിർമ്മലാമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഗൗതമിനോട് എല്ലാം തുറന്നു പറയട്ടെ, മതി, ഇനി എല്ലാ രഹസ്യങ്ങളും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നിർമ്മലാമ്മയെ നേറി ഒരുങ്ങി ജീവിക്കേണ്ട. എൻ്റെ ഗൗതം ഒരിക്കലും നിർമ്മലാമ്മയെ തള്ളി പറയില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ മറച്ചു വെക്കാതെ ഇനി ഗൗതമിനോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയട്ടോ. ഇതോടുകൂടി ഗൗതം ആകെ തകർന്നു പോവാണ്. ഈശ്വര, എൻ്റെ സ്വന്തം അമ്മ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും എൻ്റെ അമ്മയാണെന്ന് എൻ്റെ ഭാര്യയായി നിധി പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ വഞ്ചന വീണ്ടും അവൾ ചെയ്തിരിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മയല്ല ഈ പറയുന്ന പാറു എന്ന് പറഞ്ഞില്ല. എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ടും ദത്തുപുത്രനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടും അവൾ അത് എന്നിൽ നിന്ന് മറിച്ചു വെച്ചു. ഇപ്പോഴും ഇതേ സംഭവം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗൗതം അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാവും. ഒരു ചെറിയൊരു അമ്പലം പോലെ തന്നെ അവിടെ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. ആ അമ്പലത്തിന് മുന്നിൽ ഗൗതം തളർന്നു ചെന്നിരിക്കുകയാണ്. ഇതേസമയം നിർമ്മല പറയാണ് ഒത്തിരി നേരായല്ലോ ഗൗതമിനെ കാണാതിരിക്കുന്ന, ഗൗതം എവിടെ? അത് കേട്ട ഉടനെ തന്നെ സിസ്റ്റർ പറയണേ ആ ശരിയാണല്ലോ, കുട്ടി മരുന്ന് വാങ്ങാൻ പറഞ്ഞയച്ച ആളെവിടെ? അവരോട് മരുന്ന് കൊണ്ടുവരാൻ പറയൂ, ഈ പേഷ്യന്റ് മരുന്ന് കൊടുക്കേണ്ടതാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് നിധി അത് ശരിയാണല്ലോ, ഗൗതം എവിടെ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണാൻ ഡോറിൽ പഠിക്ക ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. അതോടുകൂടി
നിധി ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് നിർമ്മലയുടെ ലിസ്റ്റാണ്. മരുന്ന് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിധി മരുന്ന് എടുത്തിട്ട് ഇങ്ങനെ സിസ്റ്റർക്ക് കൊടുന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിർമ്മല ചോദിക്കുന്നുണ്ട്, ഗൗതം എനിക്കറിയത്തില്ല അമ്മേ, ഗൗതം എവിടെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മരുന്ന് ഇവിടെ കിടക്കുന്നത് കണ്ടു, ഞാൻ ഗൗതമിനെ നോക്കട്ടെ. അത് കേൾക്കുന്ന നിർമ്മല പറയുന്നത്, എൻ്റെ മോന് എന്തെങ്കിലും ഇനി പറ്റിയോ? ഇല്ല അമ്മേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ തിരക്കി നിധി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതേസമയം ഗൗതമാണെങ്കിലോ ഈശ്വരന്റെ മുന്നിൽ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിയാണ്. എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് എൻ്റെ അമ്മ ഓരോ വാക്കുകൾ എന്നോട് പറയുമ്പോഴും എൻ്റെ അമ്മയുടെ ആ ഒരു ഇത് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ അമ്മയാണെന്ന് എനിക്ക് അറിഞ്ഞില്ലല്ലോ. ഈശ്വര, ആ പാവം എൻ്റെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ ജീവിക്കേണ്ടി വന്നില്ലേ? എന്തേനായിരിക്കും എൻ്റെ അമ്മയെ എല്ലാവരും കൂടി വേലക്കാരിയാക്കിയത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തെല്ലാം ക്രൂരതകൾ! എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ആ പാവം എന്നോട് പലവട്ടം എൻ്റെ കൺമുന്നിലോട്ട് വരുമ്പോഴും അതിന് പല തടസ്സങ്ങൾ കൊണ്ട് നീങ്ങിപ്പോയ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൗതമിനെ ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ ഓടിപ്പാഞ്ഞിങ്ങനെ തിരക്കെത്തുമ്പോൾ താൻ കാണുന്ന കാഴ്ച പരിസരം വിട്ടുപോയിരിക്കുന്ന ഗൗതമിനെ ആയിരിക്കട്ടെ. അങ്ങനെ നിധി ഗൗതമിന്റെ തോട് തങ്ങ് കൈവെക്കുന്നതിനോട് കൂടി ഗൗതം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നിധിയായിരിക്കട്ടെ. നിധിയെ കാണുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കണം. ഗൗതം ഒരൊറ്റ തട്ട അങ്ങ് നിധിയുടെ കൈ തട്ടുകയാണ്. എന്നിട്ട് നീ എന്തടി എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇത് കേൾക്കുന്ന നിധി പറയാ, എന്താ ഗൗതം എന്നെ ഇടിപ്പൊടി എന്നൊക്കെ വിളിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വിളിക്കണടി? എന്നെ കുറിച്ചുള്ള ജന്മരഹസ്യങ്ങളെല്ലാം നീ അറിഞ്ഞിട്ടും എന്നോട് എന്നെ വരെ നീ പറഞ്ഞിട്ടുണ്ട്. എന്താ ഗൗതം ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാം? ഞാൻ അതിന് എന്ത് തെറ്റ് ചെയ്തു? മതി കള്ളി, നീ ഏറ്റവും വലിയ കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ശിവാനി ഒരുപാട് തെറ്റ് ചെയ്യുന്നവളാണ്. പക്ഷെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നേരായ മാർഗത്തിൽ മാത്രം നടക്കുന്നവളെന്നൊരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസമാണ് നീ എന്നെ തകർത്തിരിക്കുന്നത്. അത് കേൾക്കുന്ന ഗൗതമിന്റെ മുന്നിൽ നിധി പൊട്ടിക്കലാണ്. ഗൗതം, എന്നെ ഇങ്ങനെയൊന്നും പറയല്ലേ, നീ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചി തറക്കുന്ന വാക്കുകളാണ്, ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ നിധി ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഗൗതം പറയാണ്, പിന്നെ ഞാൻ എന്ത് പറയണം? നിനക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നീ എന്താണ് ചെയ്യുക? എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദത്തുപുത്രനായി മറ്റു ഒരു വീട്ടിൽ ഞാനൊരു ദത്തുപുത്രനായി വളർന്നിട്ടും മറ്റുള്ളവരുടെ ഒന്നും വായ കൊണ്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനൊരു ദത്തുപുത്രനാണെന്ന്. അതുപോലെയല്ലേ എൻ്റെ പെറ്റമ്മ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും എന്നോട് നീ പറഞ്ഞോടി എന്ന് ചോദിക്കുമ്പോൾ നിധി കണ്ണും തുറിച്ച് നിൽക്കണം കേട്ടോ. ഈശ്വര, എന്താണ് ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഉടൻ തന്നെ, എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാനാവുന്നില്ല? എന്താ നിനക്കത് അംഗീകരിക്കാനാവുന്നില്ല? എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ഈ ചതി ചെയ്യുന്നത്? എന്തിനാണ് നീ എന്നെ കൊണ്ട് ഓരോ പാപങ്ങൾ ചെയ്യുന്നത്? എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഞാനൊരു ദത്തുപുത്രനാണെന്ന് അറിഞ്ഞിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നീ എന്നോട് എന്തിനു മറച്ചു വെച്ചു? അപ്പൊ നിധി പറയണ, ഗൗതം ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ, നീ ഒന്നും പറയണ്ട, നിനക്ക് ഓരോന്നിൻ്റെതായ ന്യായീകരണം ഉണ്ടാവും. പക്ഷെ ഈ ഗൗതമിന് അങ്ങനെ ഒരു ന്യായീകരണവും കേൾക്കണ്ട. ഗൗതമിന്റെ നേർവഴി ഒന്ന് നീ ചിന്തിച്ചു നോക്ക്, ഗൗതമിന്റെ വഴിക്കൊന്ന് നീ ചിന്തിക്കുക. അപ്പോൾ നിനക്ക് അറിയാൻ കഴിയും ഗൗതം എത്രത്തോളം വേദനിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ് ഞാനൊരു ദത്തുപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് മരിച്ചെങ്കിൽ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. പിന്നീട് എൻ്റെ പെറ്റമ്മയെ എനിക്ക് കാണണം, എൻ്റെ അച്ഛനമ്മമാരെ എനിക്ക് കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഞാൻ നടന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് എൻ്റെ മുന്നിലോട്ട് എൻ്റെ പെറ്റമ്മ എൻ്റെ വീട്ടിലെ ഒരു സെർവൻ്റായി, ഒരു വേലക്കാരിയായി എല്ലാവരും അടിച്ചു വാരി എല്ലാവരുടെയും കാൽപാദം കഴിയുമ്പോൾ അത് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് അപ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നില്ല. മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നോട് പറയായിരുന്നില്ല, എടി വഞ്ചകി, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്റെ അമ്മയെ നിന്റെ അനിയനെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയില്ല. അതുപോലെ എൻ്റെ അമ്മയെ നിനക്ക് സ്നേഹിച്ചിട്ടുണ്ട് ഗൗതം, നിന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. എന്നിട്ടാണോടി ഇനി എൻ്റെ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെട്ടാ. അപ്പൊ നിധി ഗൗതമിന്റെ കാല് പിടിക്കണം. ഗൗതം, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഗൗതം. ഗൗതമിന്റെ അമ്മ നിർമ്മല അമ്മയാണെന്ന് എനിക്ക് എന്നോ അറിയാം. അത് കേൾക്കുന്ന ഗൗതം, വിടടി എന്നെ എന്ന് പറഞ്ഞിട്ട് ഗൗതം തട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ നിന്നോട് പലവട്ടം പറയാൻ വേണ്ടി ഞാൻ നിന്റെ മുന്നിലോട്ട് വന്നതാണ്. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? ആരാണ് നിന്റെ തടസ്സം? ആരാണ് തടസ്സപ്പെടുത്തിയിരുന്നത്? എൻ്റെ പാവം അമ്മയെ വീട്ടിലെ വേലക്കാരിയാക്കി അടിച്ചു വാരി ആ ശിവാനിയുടെ കാൽപാദം വരെ എൻ്റെ അമ്മ കഴുകിക്കൊടുത്തു. അവൾക്ക് ചായ ഉണ്ടാക്കിയും അവളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയൊക്കെ എൻ്റെ അമ്മ അവിടെ ജീവിക്കേണ്ടവളായിരുന്നു. നീ ഒന്ന് ചിന്തിക്ക്, നീ ഇതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നല്ലേ, നിനക്കൊക്കെ ഊട്ടി വെച്ച് വിളമ്പുണ്ടാക്കി തരികയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് പറയാം, അതൊക്കെ ശരിയാണ് ഗൗതം, പലവട്ടം നിന്നിൽ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അതിന് തടസ്സമായി നിന്നത് ആരാണ് എന്ന് ഗൗതം ഉച്ചത്തോടു കൂടി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണ, അത് ഗൗതം പാറുവാണെന്ന് പറയണ്ട. പാറുവോ? അതെ, പാറുവാണ് അതിന് തടസ്സമായി നിന്നത്. പാറുവാണ് എന്നോട് പറഞ്ഞത് പെറ്റമ്മ ആരാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന് ഞാൻ ഗൗതമിനോട് പലവട്ടം പറയാൻ വേണ്ടി വന്നതാണ്. ഞാനാണ് ആ അമ്മയെ ഇങ്ങോട്ടേക്ക് ഗൗതമിന്റെ അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനാണ് ഒരു സെർവന്റിന്റെ വേഷത്തിൽ കൊണ്ടുവന്നത് ഗൗതമിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് ഗൗതം, നീ ഇങ്ങനെ തള്ളിപ്പറയല്ലേ എന്ന് പറയുമ്പോൾ മാറി നിൽക്കുക അവിടെ
കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് നിധിയെ തട്ടിമാറ്റി ഗൗതം പോകുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഒരു കിടുക്കൻ സീന് തന്നെയാണ്. ഇനിയാണ് ഗൗതമിന്റെ അച്ഛൻ ആരാണെന്ന് അറിയുമ്പോൾ ഗൗതം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള അപ്കമിങ് റിവ്യൂസുകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.